മോശ എന്ന് പറയുന്ന ആ നേതാവ് ദൈവത്തിന് എത്രയും പ്രിയപ്പെട്ടു. ജീവിച്ചിരുന്ന കാലം മുഴുവൻ അയാൾ കർത്താവിൻ്റെ സാക്ഷിയായിരുന്നു. കർത്താവ് സംസാരിച്ചത് മുഴുവൻ ഈ ഒരു മനുഷ്യനിലൂടെയായിരുന്നു. മോശ ജീവിച്ചിരുന്ന കാലം മുഴുവൻ. ദാവീദ് ഇടയ്ക്ക് വെച്ച് ഇടറിപ്പോയെങ്കിലും അയാളുടെ ജീവിതാവസാനം വരെയും ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ കരുണയെയും അനുഗ്രഹത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരാളായി ഇങ്ങനെ യഹൂദന്മാരുടെ മുൻപിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും മഹത്വപൂർണനായ രാജാവായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല എന്ന് കർത്താവ് തന്നെ ഇങ്ങനെ ശ്ലാഘിക്കുന്ന വിധത്തിൽ സ്നാപക യോഹന്നാൻ്റെ ജീവിതം കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് കണക്ക് ഈ ലോകത്തിൻ്റെ മുൻപിൽ ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെയും സാധ്യതയാണെന്ന് ഓർത്താൽ മതി. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അച്ഛൻ പറഞ്ഞില്ലേ, കുടുംബത്തിലുള്ള കുഞ്ഞുമക്കളെ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം ഇതുപോലെയൊക്കെ തെളിച്ചമുള്ളതായി മാറാൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ നമുക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യം